നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും. അപ്പോൾ ഇന്ന് 30 ജൂലൈ 2025. നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു ഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസം പഠിച്ച ഒരാളെയും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയും നിങ്ങളുടെ കുട്ടികളുടെ ഉപജീവനവും നിങ്ങൾ മദ്യപിച്ച് നിങ്ങളുടെ ഭാര്യമാരെ അടിച്ചു കൊല്ലരുത്. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഓരോരുത്തരും ദയവായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഒഴിവാകണം. നിങ്ങൾക്ക് ഈ നാട്ടിലെ ഒരു റോഡും ഒരു പാലവും അതുപോലെ ഒരു ആൾക്കും പെൻഷൻ കിട്ടില്ല. ഒരു 10,000 രൂപ 25,000 രൂപ പെൻഷൻ നിങ്ങൾക്ക് ഒരു കൃഷിക്കാരനും കിട്ടില്ല. മുമ്പ് നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മാതിരി 24 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടില്ല. കാരണം അതിനുള്ള വിവരമൊന്നും CPM-നോ മുസ്ലിം ലീഗിനോ അതിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്കോ ഇല്ല. ഈ വിവരം എന്താണെന്ന് നിങ്ങൾ പോയി നോക്കിയാൽ 2-3 കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ മുന്നിൽ നിന്നുള്ള ക്യൂ, ടോക്കൺ സമ്പ്രദായം, അവരെ ക്ലീൻ സംവിധാനം, അതിൽ വിവരം എല്ലാവർക്കും പഠിക്കും. ഇങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ രോഗം മാറിയിട്ടുണ്ടോ എന്ന് താൻ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് തൻ്റെ മുഖത്തോട് ചോദിക്കുക, അതിന് ഉത്തരവാകും. അതുപോലെ വിദേശ മദ്യം ചാരായത്തിന് വേണ്ടി ഓരോ ഷാപ്പുകൾക്ക് ഓടുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. ഇവർ വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമില്ലാത്ത ആളുകളാണ് ഇംഗ്ലീഷ് മരുന്ന് പോകുന്നതും ചാരായം വാങ്ങാൻ പോകുന്നതും ലോട്ടറി എടുക്കുന്നതും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇവരാണ്. വിദ്യാഭ്യാസം എന്താണെന്ന് ഇവർക്ക് അറിയണമെങ്കിൽ എൻ്റെ ഭാഗം എടുത്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരു ട്രാക്കിൽ 6 വാഹനം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സമ്പ്രദായം വേണം. അതിൻ്റെ തൊട്ട 2 സൈഡിൽ കൂടെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് വാഹനം പോകുന്നതും മറ്റൊരു സൈഡിലേക്ക് ഇങ്ങോട്ട് വരുന്നതും ഉണ്ടാവണം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു കിലോമീറ്ററിൻ്റെ അടുക്കൊക്കെ കട്ടിങ് ഉണ്ടാവണം. അതുമാത്രമല്ല, 2 സൈഡിലും കറണ്ടും വെള്ളവും ഈ 2 സ്ഥലത്ത് കൂടിയും വേണം. 2 സ്ഥലത്ത് കൂടി പറഞ്ഞാൽ മേലത്തെ റോഡിനും വേണം, താഴെ റോഡിനും വേണം. ഇങ്ങനെ ഓരോ മേഖലയിലും ഒരു വാർഡിൽ 50,000 ആളുകൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ വേണം. ഇതൊന്നും കൊണ്ടു നടക്കാൻ CPM-ന് ഇനി 1,00,000 കൊല്ലം ഇവിടെ ഭരിച്ചാലും അവരിൽ ഒരാൾക്കും ആ സാധനം അറിയില്ല. അപ്പം നിങ്ങൾ കയ്യും വന്നിച്ചിട്ട് ഒരുപാട് വൃത്തികേടുകൾ നമുക്ക് കാണാം. നമ്മൾ മരിക്കുന്നത് ആരാവട്ടെ, അവരുടെ ഈ ലോകത്തോടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, അവർ മരിച്ചു എന്ന് നമ്മൾ കരുതുക. മുഴുവൻ ഇപ്പോൾ ആശുപത്രിക്കാർ കൊല്ലുന്നത് ജീവനുള്ള ശവമാണ് കൊണ്ടുപോയിട്ട് തീയിൻ്റെ മുകളിൽ വെച്ച് വെണ്ണൂറാക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതൊക്കെ എനിക്കത് പറയേണ്ടി വരും. അതായത് യഥാർത്ഥ വഴയും കൊണ്ട്. കാരണം നിങ്ങൾ പറയുന്നില്ലേ അകക്കണ്ണ് എന്ന് പറഞ്ഞാൽ ആ കണ്ണ് കൊണ്ട് കണ്ടിട്ടാണ്. എൻ്റെ കാഴ്ചപ്പാടില്ല എന്ന് വെക്കണമെങ്കിൽ തെളിവ് ഉണ്ടാവണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുന്നത് നമ്മുടെ ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പിന്നാലെ കുത്തൊഴിഞ്ഞ നിങ്ങളുടെ ഓട്ടമാണ്. എന്നിട്ട് എന്ത് നേടി എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ആർക്കെങ്കിലും ജീവിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? അത് 2 കഴിയുന്നവർ ഇവിടെ കൃഷിപ്പണിക്കാരനാണ്, അവരാർക്കും വേണ്ട. അപ്പോൾ ഇതിനൊരു തീരുമാനം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കൈ പൊന്തിച്ചിട്ട്, അതായത് ബാലറ്റ് പേപ്പർ വഴി വേണ്ട, ഓരോ സ്കൂളുകൾ അതുപോലെ നമ്മൾ വോട്ടെടുപ്പിൻ്റെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് അത് ഇന്ന ആൾക്ക് ഇത്ര ആൾ കൈ പൊന്തിച്ച് പറഞ്ഞിട്ട് ആ കൈ പൊന്തിച്ച് വന്നവരൊക്കെ പുറത്തേക്ക് പോരണം. അവരെ കയറുമ്പോൾ അവരൊക്കെ ആധാർ കാർഡ് കൊടുത്ത് പേരും നമ്പറും കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഈ പുറത്തിറങ്ങിയിട്ട് വരുമ്പോഴും ഇതുപോലെ ചെയ്യണം. അങ്ങനെ വന്ന് കണക്കെടുത്ത് വന്നാൽ പിന്നെ എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ കയറിയിട്ട് ചെയ്ത് കാണിച്ചു തരാം. വെറുതെ പറയുന്നതൊന്നുമല്ല. അതിന് എനിക്ക് ഒരുപാട് ജനപിന്തുണയും ഉണ്ട്. ജനപിന്തുണ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി വോട്ടല്ല, നിങ്ങളങ്ങനെ കണക്കാക്കണ്ട. നല്ല നല്ല ആളുകളുടെ സപ്പോർട്ടാണ്. അതായത് നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് കുത്തിരിക്കുമ്പോൾ
ഒരു കുട്ടി 1-ാം ക്ലാസ്സിലൊരു കുട്ടി ചെന്നാൽ അവനെ സ്കൂളിൽ മാഷ് പറയുന്നില്ലേ 1 എ എന്ന് പറഞ്ഞിട്ട് കാണിക്കണില്ലേ, അത് അപ്പം നിങ്ങളുടെ കണക്കൂട്ടിൽ അയാൾ മാഷാണ് എന്നാണ്. നിങ്ങളുടെ കണക്കിൽ അയാൾ മാഷാണ്. ഇതിന് മുകളിലേക്ക് നിങ്ങൾ മുകളിലേക്ക് പോട്ടെ, എത്രയും മുകളിലേക്ക് പോട്ടെ, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു മാഷുണ്ട്, അയാൾ നിങ്ങളെക്കാണ് അറിവുള്ളവരാണ്. അവിടെയാണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത്. ഒന്നിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും മറ്റൊന്നുണ്ട്. അതാണ് നിങ്ങളാ കാണുന്നത്. അത് വെറുതെ ഒരു തമാശ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നല്ല റോഡ് വേണം. 2 സൈഡിലും കഴിയുന്ന രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് കറണ്ട് വേണം. വീടിൻ്റെ കറണ്ടൊന്നും ഇനി ഇലക്ട്രിസിറ്റി ബോർഡിനെ വെച്ച് തുടിക്കില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ CPMൻ്റെ ആളുകൾ നിന്ന് മോശമാക്കി. അതുകൊണ്ട് ആ സംവിധാനം ഇനി കൊണ്ടുവരില്ല. മാത്രമല്ല, അതായത് ജനങ്ങൾക്ക് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞ സാധനം, അതുപോലെ തന്നെ നമ്മുടെ ചിലവിൽ നിന്ന് നമുക്കുണ്ടാക്കുന്ന, വെറുതെ ഇരുന്നിട്ട് ആർക്കും പിന്നെ ഒരു സാധനം ചെയ്യില്ല. വെറുതെ ഇരിക്കുന്ന ഒരാൾക്കും ഒരു സാധനം ചെയ്യില്ല. കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട, അവർക്ക് ദ്രോഹം മാത്രമേ കിട്ടൂ. മറിച്ച് നിങ്ങളെല്ലാവരും ജോലി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർക്ക് കഴിയുന്ന, അപ്പോൾ 60 വയസ്സിൻ്റെ മുകളിലുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക് പറ്റാവുന്ന ചില ജോലികൾ. അതുമാത്രമല്ല, അവർക്ക് 3 മാസത്തിലൊരിക്കൽ 200 രൂപയുടെ മരുന്ന്. ഈ 200 രൂപയ്ക്ക് എന്താ വില എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ മരുന്നിൻ്റെ വില നിങ്ങൾക്കറിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വില. അപ്പോൾ ഈ ബുദ്ധി എന്ന സാധനം, വിവരം എന്നത് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി അതിൽ മാന്യത പുലർത്തി നോക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ചാവും, ഞാനും നിങ്ങളൊക്കെ മരിക്കും. അങ്ങനെ മരിക്കുകയാണെങ്കിൽ VSA സിന്ദാബാദ് എന്ന് പറയല്ല നല്ലത്. അദ്ദേഹത്തിന് പടച്ചറബെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, ക്ഷമ കൊടുക്കണേ. ഈ പ്രാർത്ഥന എല്ലാ മതക്കാരിലുമുണ്ട്. അത് നടക്കുകയും ചെയ്യും. ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരുത്തൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ അയാൾ എണിച്ചു വരും. അത്രയും കഴിവുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പം ഞാൻ തന്നെ മുമ്പ് പറയാത്ത, നിങ്ങൾ കേൾക്കാത്തതാണ്, നമ്മുടെ പിലാവ്, മാവ്, അതുപോലെ വാഴ, മനുഷ്യൻ്റെ ഗർഭപാത്രം, ഈ ശരീരം, ഇതിൻ്റെ ഓരോ അവയവങ്ങൾ വർക്ക് ചെയ്യുന്നതും ഓരോ ദിവസം പടച്ച റബ്ബിൻ്റെ പ്രത്യേക കാര്യമുണ്ട്. മഴ മാത്രമേ നിങ്ങൾ പെയ്യുന്നത് കാണുന്നുള്ളൂ. മഴയും വെയിലും നിലാവും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇത് കാണാത്ത നിരവധി സാധനം ഉണ്ട്. അതിലൊന്നാണ് നമ്മൾക്കുള്ള വായു, ഓക്സിജൻ. അത് കാണണമെങ്കിൽ കുറച്ച് വലിയ ഗൗരവം ഉണ്ടാവണം. അപ്പം ഇന്നലെ ഞാൻ മേലെ പട്ടാമ്പിൽ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ അവിടെ പൊന്നാനിന്ന് കണ്ടൊരാളിനോട് ചോദിക്കുക, നിങ്ങളാ ഇരുന്നിരുന്ന സ്ഥലത്ത് ഇരുന്നിട്ടുള്ള അവിടുന്ന് മീൻ വാങ്ങിയിട്ടാണ് വരുന്നത്, പൊന്നാനിയിൽ മീൻ വാങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒരു പ്രാർത്ഥന അവിടെ ഇരുന്നിട്ടോ ഇവിടെ ഇരുന്നിട്ടോ ചെയ്താൽ അത് ഫുള്ളായിട്ട് എൻ്റെ കയ്യിലേക്ക് വരുന്ന പണി ചെയ്യും. എനിക്കതിന് സാധിക്കും. കാരണം ഇത് എനിക്ക് റബ്ബ് തന്ന കഴിവാണ്, നിങ്ങളാരും തന്നതല്ല. നിങ്ങൾ തരുന്നതിന് പരിധിയുണ്ട്, റബ്ബ് തരുന്നതിന് പരിധിയില്ല. അത് നിങ്ങൾ കണക്കാണ്. ഇത് വാങ്ങണമെങ്കിലും അതുപോലെ കയ്യിലുണ്ടാവണം. ആ കടലിനോട് ഇനി മീൻ തീരെ ഇവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ, തീരെ ഇവർക്ക് മീൻ കൊടുക്കണ്ട, ഒരു പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു കളി നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞാണ്, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പക്ഷേ ഈ നിസ്സാര ഒരു കാര്യത്തിൽ അയാൾ പേടിച്ച് പറിച്ചു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഒരു കാര്യത്തിനല്ല. അത് ഞാനങ്ങനെ ചെയ്യൊന്നുമില്ല, അങ്ങനെ ചെയ്യാനുള്ള ഒന്നും അല്ലാതെ. എൻ്റെ അടുത്ത് സാധനമായിരിക്കുന്നത് കരിഞ്ഞേ മാരത്ത് മേൽക്കായായി നീറഞ്ഞോവർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് മദീനയിലുള്ള പിലാവിൻ്റെ കുരു, ചക്കട കുരു ഉണ്ടല്ലോ, ചക്കട കുരു അടുപ്പിലിട്ട് ചുട്ട് കരിച്ചിട്ട് റസൂലിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതുമ്മ ചക്ക ഉണ്ടാക്കാൻ അള്ളാൻ്റെ റസൂല് ഈ സാധനം ഇതിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് പിലാവായിട്ട് ഇന്ന് ചക്ക കഴിച്ചുണ്ടാക്കി. ഒരു പുറം കരിഞ്ഞതും ഒരു പുറം കരിയാത്തതും. അത് കളിച്ചത് അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്താണ്. അപ്പോൾ റസൂല് ഇവിടെ മതം അല്ല പഠിപ്പിച്ചത്, മനുഷ്യരവനെ പഠിപ്പിച്ചത്. നിങ്ങൾ അന്യോന്യം ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ VSA സിന്ദാബാദ് ധീരതയോടെ മരിച്ചോളൂ എന്നല്ല പറയേണ്ടത്.
സർവശക്തനായ റബ്ബ് അദ്ദേഹം ചെയ്തിട്ടുള്ള മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് മാഫായി കൊടുക്കണേ, സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. സ്വർഗമൊന്നും കിട്ടില്ല, അതിന് നിങ്ങൾ മെനക്കെടുത്ത് ചെയ്യണ്ട, പക്ഷെ പ്രാർത്ഥിക്കാൻ അത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും കയറിയിട്ട് നല്ല ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് വഴി കൂടെ പോകും. കാരണം നിങ്ങൾക്ക് കാണാത്ത കണ്ണുള്ള ഒരാളാണ് മുകളിലിരിക്കുന്നത്. ഏഴാനാകാശത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു റബ്ബുണ്ട്, അത് നിങ്ങൾക്ക് കാണാത്ത കണ്ണുള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ജാതി കോപ്പറേറ്റുകൾ കാണിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ ഫുള്ളായിട്ട്, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഫുള്ളായിട്ട് താൻ കുറ്റം ചെയ്തത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ആരെ കുറ്റം ചെയ്തു? പ്രധാനമന്ത്രി ക്ഷമിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് പറയാതിരിക്കാൻ പറ്റില്ല. കുറ്റം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതാരാ? അവൻ നായി. പിന്നെ ആരാ നായില്ലാത്തത്? ഈ കുറ്റം പറയണവരാണ്. ഇവിടെ തെറ്റുകൾ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ നല്ലോണം തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാൻ അവർ സമ്മതിക്കില്ല. എന്താ കാരണം? അത് നിങ്ങൾ പറയും. തെറ്റ് ചെയ്തവനെ പിടിക്കണം. മാത്രമല്ല, പൊറുക്കപ്പെടാത്ത തെറ്റ് ചെയ്താൽ അവരെ 4 ലോകത്തും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അടുത്ത തെറ്റ് ചെയ്താൽ. കാരണം അങ്ങനത്തെ ഒന്നും ഒരാളോട് ചെയ്യരുത്. ഒരു വീടടിച്ച് പൊളിക്കുക, ഒരു നാശം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്ത നായ്ക്കളെ ഒന്നും ലോകത്ത് ഒരു സംവിധാനത്തിൽ എത്തിപ്പെടാത്ത രീതിയിലാക്കണം. അതുപോലെ പോലീസിൽ ചില ആളുകളുടെ കേസുകൾ അന്വേഷിച്ച് ഒരു നിഷ്പക്ഷമായ രീതിയിൽ അത് എത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ കൂട്ടകുടുംബം കംപ്ലീറ്റ് നശിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മനസ്സിലായോ? ദുആ ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. അത് ആ ദുആയും കൊണ്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നാക്കാൻ മുകളിലിരിക്കുന്ന ആൾ വേണം. അപ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുക നിങ്ങൾ. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിവരമില്ലാത്ത ആളുകളെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മദ്യഷാപ്പിലേക്ക് ഓടുക, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പിലേക്ക് ഓടുക. ഷാപ്പ് എന്നല്ല, ആസ്പത്രിയിലേക്ക് ഓടുക. ഇവിടെയാണ് വിവരം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളൊരു രോഗമായിട്ട് ഞാനോ നിങ്ങളോ ഇരുന്നാൽ അതൊരു 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ ഉള്ള സംവിധാനം. ഈ രോഗം കൊണ്ട് ഇരുന്നിട്ട് നമ്മൾ ഇതിൻ്റെ പേരിൽ ഗുളിക കഴിക്കുകയല്ല വേണ്ടത്. അത് വിവരം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തരം താഴ്ന്ന ഇടപാടാണത്. മനസ്സിലായില്ലേ? നമ്മൾ വേണ്ടത് നമ്മളെ നമ്മുടെ പിതാവ്, നമ്മുടെ മാതാവ്, അവരൊരു വികൃതിയടി, അതായത് ഇരുട്ടിൻ്റെ മറവിലുള്ള ഒരു വികൃതിയടിയിലാണ് ഞാനും നിങ്ങളും ഉണ്ടായത്. ഇരുട്ടിൻ്റെ മറവിൽ നമ്മളുടെ സ്വന്തം മലം മൂത്രവും നമ്മൾ വാരി കഴിച്ചിട്ടാണ് 4 കാലുമ്മലാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. മനസ്സിലായില്ലേ? കത്തക പുത്തക 4 കാല്. 4 കാലിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ 2 കാലും കൊണ്ട് പൊന്തിച്ചു ഇറക്കിയും പിന്നെ 2 കൈയും കൊണ്ട് പൊന്തിച്ചു ഇറക്കിയും അങ്ങനെ കയറി നിന്നിട്ട് ബാലൻസ് ചവിട്ടി പഠിച്ചിട്ട്, ഉസ്താദില്ലാണ്ട് ബാലൻസ് ചവിട്ടി പഠിച്ചിട്ടാണ് 4 കാലിൻ്റെ മുകളിൽ വരുന്നത്. ആ 4 കാലിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് 2 കാലുമ്മൽ നിൽക്കാൻ മാസങ്ങൾ ട്രെയിനിങ് നിന്നിട്ടാണ് 2 കാലുമ്മൽ നിന്നിട്ട് 2 കൈയും കൊട്ടുന്നത്. മനസ്സിലാക്കണം. അവിടെ നിന്ന് കയറിയിട്ടാണ് നമ്മൾ ഇതുവരെ വരുന്നത്. നമ്മളെ 4 കാലികളാവട്ടെ, അത് പ്രസവിച്ച് കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും 4 കാലികളാണെങ്കിൽ കേവലം അരമണിക്കൂർ 1 മണിക്കൂർ നേരം കൊണ്ട് മുട്ടുത്തി നടക്കാണ്ട്, 4 കാലിൽ നടക്കാണ്ട്, അതിന് 2 കാലിൽ ഓടണോ ചാടണോ. 5 മണിക്കൂർ കഴിയുമ്പോൾ അവൻ ഈ വരമ്പിൻ്റെ മുകളിൽ നിന്ന് താഴെ വരമ്പിലേക്ക് ഓടുന്നു. നിങ്ങൾക്ക് ചിന്തിക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള പൂവൻ കോഴി ആ വീട്ടിൽ തന്നെ ഉള്ള ചെറിയ പെട്ട കോഴികളെയും വലിയ കോഴികളെയും പുറം കയറുന്നു അതിൻ്റെ സെക്സ് പരമായിട്ട്. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന, എൻ്റെ വീട്ടിൽ 30 ആടുകളുണ്ടായിരുന്നു. ഞാൻ ഈ ഇരിക്കുന്ന വീട്ടിലുണ്ടായിരുന്നു. ഈ ആടുകൾ, അതിൽ പെടക്കുട്ടികൾ തന്നെ അതിൽ ആടുണ്ടല്ലോ, കൊറ്റനാട്, അതിൻ്റെ മുകളിൽ കയറും. സെക്സ് പരമായിട്ട് ഈ പെടാടാണ് കയറുന്നത്. അത് തിരിച്ച് ചെല്ലുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ചെല്ലും. അന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെ സെക്സിന് സമാനമായിട്ടുള്ള ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം അത് വർക്ക് തന്നെ ചെയ്യും. മനസ്സിലാക്കണം. അവർക്ക് നമുക്ക് തരുന്ന ഒട്ടനവധി പാടുണ്ട്. ഒന്ന്, പുലർച്ചെ 4 മണിക്ക് എണിപ്പിക്കാൻ പഠിപ്പിക്കും. അത് നമ്മളുടെ ആടുകളാണ്. നമ്മളെ കോഴികൾ പുലർച്ചെ 4 മണിക്ക് നമ്മളോട് എണിച്ചിട്ട് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. കോക്കോ കോഴിയുടെ ഭാഷ അതാണ്, കോക്കോ. ഈ കോക്കോ എന്ന് പറഞ്ഞാൽ എണിച്ചതിൻ്റെ ഭാഗത്തേക്ക് ഓടണം. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ പോകണമെന്നാണ്. നിങ്ങൾക്ക് ആദ്യം എണിച്ച ഉടനെ ഒരു കർമ്മമുണ്ട്. അത് ആദ്യം
ഈ ജീവൻ തന്ന റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കുറച്ച് പച്ചവെള്ളം 2-3 തവണ കഴിക്കുക. എന്നിട്ട് മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് വന്ന് പല്ലൊക്കെ തേച്ച് വൃത്തിയാക്കുക. പല്ല് തേക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രഷ് ഇട്ടിട്ട് ഒരുപാട് തവണ വരക്കരുത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് പ്രാഥമിക കർമ്മം, അതായത് നിത്യകർമ്മത്തിലൊരു കർമ്മം. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതായിരിക്കാം, ചില വീടുകളിൽ തന്നെ പൂജാമുറിയുണ്ട്, അവിടെ പോകുന്നതായിരിക്കാം. അതൊരു വലിയ കർമ്മമാണ്. അത് നിങ്ങൾ ഹിന്ദു ആണോ നസ്രാണിയാണോ എന്നൊന്നും അല്ല എൻ്റെ പിന്നിൽ, അതൊരു കർമ്മമാണ്. അങ്ങനെ കർമ്മം ചെയ്യണവന് ഒരിക്കലും സമൂഹത്തിൽ ഒരു മോശമായ സംസാരങ്ങളും ഉണ്ടാവില്ല. അവൻ നല്ല രീതിയിലായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, സഹകരിക്കുക. ഞാൻ മുഖ്യമന്ത്രി ആവേണ്ട, നിങ്ങളുടെ റോഡ് നന്നാവില്ല, നിങ്ങളുടെ പാലങ്ങൾ നന്നാവില്ല, മനസ്സിലായില്ലേ? പിന്നെ പുഴയിൽ നിന്നും മണലെടുക്കില്ല, അതുപോലെ തന്നെ ബദൽ സംവിധാനം വരില്ല. ഒരു ദിവസം കൊണ്ട് 35 കിലോമീറ്റർ പാലം കെട്ടണമെങ്കിൽ അതിൻ്റെ ഒരു വർഷം മുമ്പ് അതിൻ്റെ തറ കെട്ടിയിട്ടുണ്ടാവണം. അതുണ്ടാവില്ല. ഒരു ദിവസം കൊണ്ട് 35 കിലോമീറ്റർ പാലം കെട്ടാം, ഒരു വർഷം മുമ്പ് അതിൻ്റെ തറപ്പണി കഴിഞ്ഞിരിക്കണം, അല്ലാണ്ട് കഴിയില്ല. ഒരു വർഷം മുമ്പ് തറപ്പണി എടുക്കാൻ നല്ല പണിയാണ്. ചില ഭാഗത്ത് മാന്തി ഉണ്ടാക്കിയിട്ട് ആ സെറ്റിങ്സ് ചെയ്ത് വരാൻ ഒലിക്കണ വെള്ളത്തിലൊക്കെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വശത്തേക്ക് പോകാം. പക്ഷേ അങ്ങനെ അല്ലാണ്ട് വരില്ല. നമ്മുടെ നാട്ടിലെ ഇവർ വാർപ്പിന് ഉപയോഗിക്കുന്ന കമ്പി അടക്കം ഒരു തണുത്ത വെള്ളം ഉപ്പിൻ്റെ കളറോ ഉണ്ടായാൽ കംപ്ലീറ്റ് തുരുപ്പിച്ച് പോകുന്ന ഒരു സന്ദർഭമാണുള്ളത്. ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റം വരണം. അത് മാത്രമല്ല, നമ്മുടെ സിമൻറ്റൊക്കെ 10 കൊല്ലത്തേക്കുള്ള. എന്തുകൊണ്ട് നമുക്ക് 300 കൊല്ലം ഉറപ്പ് കിട്ടുന്ന സിമൻറ്റ് ഉണ്ടാക്കിക്കൂടാ? 300 വർഷം ഉറപ്പുള്ള സിമൻറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഇതുവരെ വന്ന എഞ്ചിനീയർമാർ 35,000 കോളേജിൽ വിദ്യാഭ്യാസം പഠിച്ച എഞ്ചിനീയർമാരും ഡോക്ടർമാരും എന്തും അതിൻ്റെ പുറകെ ചെയ്തിരുന്നു. അവർക്കിതൊന്നും പഠിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്, വിശദമായിട്ട് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് ഒരുപാട് പാഠങ്ങൾ ചെമ്പോത്തിനത് കണ്ടില്ലേ നിങ്ങൾ? അവർ എൻ്റെ മുന്നിൽ നിന്നിട്ട് കാക്ക കുപ്പിയിൽ കല്ല് കൊണ്ടുപോയിട്ട് വെള്ളം കുടിക്കുന്നത്, എൻ്റെ മുന്നിൽ വന്നിട്ട് കാക്ക സെക്സ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്ക മുട്ടയിടുന്നത്, സെക്സ് ചെയ്യുന്നത് മാത്രമല്ല മുട്ടയിടുന്നത്. അതുപോലെ അണ്ണാരക്കൊട്ടൻ സെക്സ് ചെയ്യുന്നത്, ചെമ്പോത്ത് സെക്സ് ചെയ്യുന്നത്. അവർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ചിട്ട് ഇതിലൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് നല്ല നമ്പർ 1 പാമ്പുകൾ നിരവധിയുണ്ട്. നിങ്ങൾ കാണലില്ലല്ലോ, ഞാൻ പലപ്പോഴും ഇവരെ കൂട്ടത്തോടെ കാണലുണ്ട്. അവരെ എൻ്റെ നേരെ തിരിയുക, അപ്പം ഞാൻ ഇത്തിരി പൂയി വാരിയിട്ട് എറിയും. എന്നിട്ട് വടിയെടുത്ത് പോട്ടെ നിലത്ത് 2 മുട്ടൊക്കെ മുട്ടിയാൽ അവർ തന്നെ അവരുടെ ഭാഗത്തേക്കും. ഭയങ്കര ദേഷ്യക്കാരാണ്. ഇതിൽ താമസിക്കുന്നവരൊക്കെ ഭയങ്കര ദേഷ്യമുള്ളവരാണ്. ആ പാമ്പിനും ഭയങ്കര ദേഷ്യം. എന്നോട് തിരിഞ്ഞ് കാണാം, ഞാൻ അവരെ കല്ലെടുത്തെറിഞ്ഞാൽ വേദനയാക്കാനല്ല, എറിഞ്ഞ് പേടിപ്പിക്കാനാണ്. അവരെന്നെ പേടിപ്പിക്കും. അധികം നീളമൊന്നുമില്ല, ഒരു മീറ്റർ കഷ്ടി. അത് കറുത്ത വമ്പാല, വെളുത്ത വമ്പാല. പിന്നെ 2 മീറ്റർ നീളമുള്ള ചേല വണ്ണം കൂടിയത് കുറഞ്ഞത്. അതായത് ചില ചേര ഒരു 100 കിലോ ഉണ്ടാവും, 100 കിലോ ഉണ്ടാവും ചില ചേര, അത്ര വണ്ണമാണ്. ചിലത് പിന്നെ ചില ചേര ഏറിയ 1 കിലോ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതൊക്കെ വിവിധ ഭാഗങ്ങൾ. എൻ്റെ വീടിൻ്റെ 4 പുറത്തും കിടക്കുക. എനിക്ക് യാതൊരു ശല്യമില്ല, എൻ്റെ വീട്ടിൽ യാതൊരു ശല്യമില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? ഇത് എന്തിനാണ്? വിവരം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് വിവരം ഉണ്ടാവും. നിങ്ങളെ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യും. എന്നോട് മോശം പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറയുകയും വേണം. ദേഷ്യം പിടിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണം. അത് ഈ ലോകത്തിൻ്റെ മാതൃകയാണ്. ഞാൻ നിങ്ങളോട് ദേഷ്യം പിടിച്ച് സംസാരിക്കണം, നിങ്ങളോട് മോശം പറയണം, PC ജോർജ് മോശം പറയണം. കാരണം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ടോർച്ചടിച്ച് നോക്കൂ, അപ്പുറത്തൊരു നെതൽ കാണും. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേ നമ്മൾ ആരാണെന്നും അത് എന്താണെന്നും അറിയുള്ളൂ. ഒരുപാട് കാലം ഞാൻ നമ്മുടെ തിരുവനന്തപുരം ഡൽഹി സെക്രട്ടേറിയറ്റ് ഭരിച്ചു. നിങ്ങൾ വല്ലവരും അറിഞ്ഞോ? ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നത്. സെക്രട്ടേറിയറ്റ് ഭരിച്ചോ? സെക്രട്ടേറിയറ്റ് ഏതാ? ഡൽഹി സെക്രട്ടേറിയറ്റ്. അതേതാ? ബഹുമാനപ്പെട്ട പാർലമെൻറ്റ്. അതിനെ ഇന്നും ബഹുമാനിക്കുന്നു. അന്ന് മാത്രമല്ല, ഇന്നും ബഹുമാനിക്കുന്നു.
അതുപോലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. അല്ലാണ്ട് ഞാൻ അതിൽ പോയിരുന്നിട്ട് ഒരു ചായ എടുത്ത് കുടിക്കാനുള്ള പൈസ ഞാൻ അതിന് മാന്തിയിട്ട് എൻ്റെ കീസയിലിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല, കൊണ്ടുവരാനും തയ്യാറില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോടതാ പറയുന്നത്, ഈ ഭരണം നിങ്ങൾ എനിക്ക് തന്നാൽ അതിൽ നിന്ന് ശമ്പളം ഞാൻ ചെയ്യും. എനിക്ക് തരുന്ന ശമ്പളം ഞാൻ എടുക്കും. വേറെ എനിക്ക് വരുമാനമൊന്നുമില്ല, മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് ഇന്ന് പട്ടിണി കിടന്ന് ചെയ്യുന്ന പോലെ അന്ന് ചെയ്യാൻ കഴിയില്ല. കാരണം അന്ന് നേരത്തെ ഓടാനും പിന്നെ പല കാര്യങ്ങൾ ഇറങ്ങാനും ചെയ്യാനും അതിനെ കുറിച്ച് സംസാരിക്കാനാണ് സംഗതി. നമ്മുടെ കയ്യിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനവധി ആളുകളുണ്ടാവും. എൻ്റെ ഒപ്പ് വരെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ എൻ്റെ സെക്രട്ടറിമാരുണ്ടാവും, അവർ നേരിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇരുന്നാലും ശരി, അതിൻ്റെ വിരൽ കാട്ടിൽ നിസ്സാരമല്ല. ഇക്കാലം വരെ നിങ്ങൾക്ക് 25,000 രൂപ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയോ? എന്തേ കിട്ടാഞ്ഞ്? കിട്ടിയോ? 200 രൂപയുടെ രോഗം മാറുന്ന മരുന്ന് നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ പറയൂ, കിട്ടിയോ? നിങ്ങളുടെ ഏതെങ്കിലും പോലീസ് കേസിൽ ഇവിടുത്തെ ഈ കണ്ട കാലം ഭരിച്ച കോൺഗ്രസ്സുകാരോ CPMകാരോ ലീഗുകാരോ ഭരിച്ചപ്പോൾ സമ്മതിച്ചോ? ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. ഇതിൽ ഞാൻ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ എടുത്ത് കളിയുള്ളൂ, അത് പകര സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കണം, അതിനുള്ള പണികളൊക്കെ ചെയ്യും. ജോലി ചെയ്താൽ പോരാ, വെറുതെ ജോലി ചെയ്താൽ പോരാ. അതേറ്റ് ഈ നാടിനും നിങ്ങൾക്ക് ഈ നാടിന് അതിൻ്റെ ചെറിയൊരു ഭയത്തിനിക്കും, ചെറുത്, വളരെ ചുരുങ്ങിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ 10,000 കമ്പനി ഇവിടെ വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന GST, അതിൽ നിന്ന് നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് വേണം തോന്നില്ലേ? അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല. ഞാനിവിടെ കാണിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് നമ്മളെ കൂട്ടത്തിലുള്ള പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന ചെറിയ പിഞ്ചു കുട്ടികളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? 6 മാസം 1 വയസ്സിൻ്റെ താഴെയുള്ള പിഞ്ചു കുട്ടികളെ, അവരുടെ മാതൃകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരൊറ്റ പ്രായമുള്ളവർക്കുള്ള ഒരു മാതൃകയും ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാൻ സാധിക്കില്ല. ഇവർക്ക് കാണിപ്പിക്കാൻ പല കാര്യങ്ങളും ഞാൻ അവരോട് പറയലുണ്ടല്ലോ. ഈ പിഞ്ചു കുട്ടികളുടെ ഇടയിൽ സ്കൂളിലും മറ്റൊക്കെ പോയാൽ, സ്കൂളിലൊക്കെ പോലുണ്ട്, ഞാൻ പല ഭാഗങ്ങൾ പോലുണ്ട്. അവരോടൊക്കെ ഓരോ കുശലങ്ങൾ പറയും. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ എടുക്കുന്നൊരു കണക്കുണ്ട്, ആസ്പത്രിക്കാരുടെ തമ്മാടിത്തരം. അതായത് ഓട്ടിസം ബാധിച്ച ഒരു മനുഷ്യൻ്റെ ഞരമ്പുകളൊക്കെ വർക്ക് ചെയ്യാതിരുന്നാൽ എന്തുണ്ടാവും, ഇതൊക്കെ ഞാൻ കൃത്യമായി പഠിക്കുന്നുണ്ട്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം, 28 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഫേസ്ബുക്ക് എൻ്റെ പിന്നെ ഇത് കംപ്ലീറ്റ് എന്താ പറയുക, ഇമെയിൽ ID കംപ്ലീറ്റ് കട്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. കാരണം ഞാൻ പരിധി കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളോട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് പിന്നെ സൈബർ സെല്ലിന് അത് ശരിയാവുന്നില്ല. കാരണം പറയുമ്പോൾ അവരുടെ കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലായ്മയൊക്കെ ഈ വരുന്ന കൂട്ടത്തിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ആരാണെന്നും എന്താണെന്നും അവർക്ക് ഇതുവരെ മനസ്സിലായില്ല. അവർക്കത് മനസ്സിലാവുമ്പോൾ അവരെ ഞാൻ മരിച്ചു കിടക്കുന്ന എൻ്റെ കബറിടം ഒരു ദിവസം 500 തവണ വന്നിട്ട് വലം വെക്കും. 500 തവണ ഓരോ ഉദ്യോഗസ്ഥനും വരും. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അത്രയും മോശമാണ് ഉദ്യോഗസ്ഥർ സമൂഹത്തോട് പെരുമാറുന്നത്. എൻ്റെ കയ്യിലൊരു അധികാരം ഇരുന്നിട്ട് ഞാൻ ഒരുപാട് കാലം സെക്രട്ടേറിയറ്റ് ഭരിച്ചു. അത് ഭരിക്കുന്നത് AK അന്തോണി അച്ചായൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. നമുക്കൊരു കാലപരിധി ഉണ്ടല്ലോ. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാമെന്നുള്ള എൻ്റെ തീരുമാനമാണ് അന്ന് നടപ്പാക്കിയത്. ഉമ്മൻചാണ്ടി അധികാരം കയറ്റിയപ്പോഴും ആദ്യത്തെ ഫയൽ ഒപ്പിടാൻ കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടാണ് ഭരണം. അവിടുന്ന് കീഴ്പ്പെട്ട് VSന് MLA സ്ഥാനം കൊടുത്തു. എന്നിട്ടും പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? ഈ പിണറായി വിജയൻ്റെ സ്ഥാനത്തിൽ നമ്മളിതുവരെ ഒരു കാര്യങ്ങളും ചെയ്തില്ല. ചെയ്യാത്തതിൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണൂർ ജില്ലനെ കേരളത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് ഞാൻ കരൾ രോഗ വിദഗ്ധൻ. 4800 തരം കരൾ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് വന്നൊരാൾ. അസ്സലാമു അലൈക്കും.